കേരളത്തിനും മലയാളികൾക്കും അഭിമാനിക്കാം. രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ പദവികളിൽ ഒന്നിൽ ഇനി മലയാളിയാണ്. പാർലമെന്റ് പബ്ലിക് അക്കൗണ്ടന്റ് കമ്മിറ്റിയുടെ ചെയർമാനായി കെ.സി. വേണുഗോപാൽ എംപിയെ ലോക്സഭാ സ്പീക്കർ നിയോഗിച്ചത് ദേശീയ തലത്തിൽ ചർച്ചയാവുകയാണ്. കോൺഗ്രസിലെയും ദേശീയ രാഷ്ട്രീയത്തിലെയും തന്നെ അതികായകനും ബി.ജെ.പിയുടെ പണാധിപത്യത്തിൽ മനമയങ്ങാതെ കോൺഗ്രസിനെ നയിക്കുന്ന രാപ്പകൽ പാർട്ടിയുടെ ഉന്നമനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന കെ.സിയുടെ കൈകളിൽ ഈ ചരട് ഭദ്രമാകുമെന്നതിൽ രണ്ടഭിപ്രായമില്ല. ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും കരുത്തു പകരുന്ന ഈ സ്ഥാനലബ്ധിയിലൂടെ ബി.ജെ.പിക്കെതിരായ പോരാട്ടത്തിന്റെ മറ്റൊരു പോർമുഖം കൂടി തുറക്കപ്പെടുകയാണ്. കഴിഞ്ഞ 10 വർഷങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് മോദി സർക്കാർ പ്രതിപക്ഷത്തെ വേട്ടയാടിയത് നാം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കെ.സി. വേണുഗോപാൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ പദവി ഏറ്റെടുക്കുമ്പോൾ സർക്കാർ ഭയക്കുന്നത് സ്വാഭാവികം. കേന്ദ്ര ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും അവരെ വിളിച്ചു വരുത്തി വിശദീകരണം തേടാനുമുള്ള അധികാരം, സർക്കാരിന്റെ വിവിധ പദ്ധതികൾക്കായി പാർലമെന്റ് അനുവദിക്കുന്ന തുകയുടെ വിനിയോഗം സംബന്ധിച്ച കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യൽ, CAGയുടെ ഓഡിറ്റ് റിപ്പോർട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ചതിനു ശേഷം പരിശോധിക്കുക തുടങ്ങി കെ.സി. വേണുഗോപാൽ ചെയർമാനായിട്ടുള്ള ഈ സമിതിയുടെ ചുമതലകളുടെയും അധികാരങ്ങളുടെയും പട്ടിക വലുതാണ്. ആരും അറിയാതെ അഴിമതികൾ നടത്തിയിരുന്ന ബി.ജെ.പിക്ക് ഇത് വലിയ തിരിച്ചടിയാകുമെന്ന് ചുരുക്കം. അഴിമതിയുടെ കറപുരളാത്ത കെ.സിയുടെ കരങ്ങളിൽ ഈ പദവി സുരക്ഷിതമാണെന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും അംഗീകരിക്കുന്നു. അധികാര സ്ഥാനങ്ങളിൽ ഇല്ലാത്തപ്പോഴും നാടിനും സംസ്ഥാന ദേശീയ താല്പര്യങ്ങൾക്കും വേണ്ടി പോരാളിയുടെ വീര്യത്തോടെ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകനായ കെ.സി. വേണുഗോപാൽ ഈ ചുമതലയിലേക്ക് വരുമെന്ന് ബി.ജെ.പി ഒരിക്കലും കരുതിയിരുന്നില്ല. പുതിയ ഉത്തരവാദിത്തം മറ്റാരേക്കാളും ഭംഗിയായി അദ്ദേഹം നിർവഹിക്കുമെന്നതുകൊണ്ട് തന്നെ ആർക്കും അതിൽ സംശയമില്ല. കെ.സി. വേണുഗോപാൽ നിർണായക സമിതിയുടെ ചുമതല ഏറ്റെടുക്കുന്നതോടെ അഴിമതി വെളുപ്പിക്കൽ മോദിക്കും കൂട്ടർക്കും ഇനി അങ്ങോട്ട് അത്ര എളുപ്പമാകില്ല. ബി.ജെ.പി സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികളെ പാർലമെന്റിനകത്തും പുറത്തും ശക്തിയുക്തം എതിർക്കുന്ന കെ.സി. വേണുഗോപാൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുടെ ധനവിനിയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന സമിതിയുടെ ചെയർമാനായി എത്തുന്നത് മോദി ഭരണകൂടത്തിന് ചങ്കിടിപ്പും ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷയും നൽകുന്നു. നിയമസഭയിലും ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായി ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവാണ് കെ.സി. വേണുഗോപാൽ. കേരളത്തിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും UPA ഭരണകാലത്ത് കേന്ദ്ര മന്ത്രിസഭയിലും അംഗമായി പ്രാവീണ്യം തെളിയിച്ചു. ഒരു ഭരണകാലയളവിലും അദ്ദേഹത്തിന്റെ കൈകളിൽ അഴിമതിയുടെ കറ പുരണ്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഈ പദവി അദ്ദേഹം ഏറ്റെടുക്കുമ്പോൾ കോൺഗ്രസിന് മാത്രമല്ല മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും അതൊരു ശുഭ പ്രതീക്ഷയാണ്. സുശക്തനായ നേതാവാണ് ഈ പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കസേരയിൽ ഇന്ന് ദേശീയ മാധ്യമങ്ങളും വിലയിരുത്തുന്നു. രാജ്യം സുരക്ഷിതമാണ് ആ കൈകളിൽ. പണം കൊണ്ട് ജനാധിപത്യത്തെ തൂക്കിയപ്പോൾ പലരും കൂടുവിട്ട് കൂടുമാറിയതും ആളും ആരവും ഒഴിഞ്ഞ കോൺഗ്രസിനെ ചുമലിലേറ്റി കെ.സി. നടന്നതും നമ്മൾ കണ്ടതാണല്ലോ. ഇനിയുള്ള നാളുകളെ ബി.ജെ.പി ഭയക്കണം. അംബാനിയും അദാനിയും വരെ ഭയക്കണം.